ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിക്കൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നൊരു ഈസ്റ്റർ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യലൊക്കെ വെക്കുന്നത് ഫുഡ് ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോയി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഷോർട്സിൽ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ബീഫാണ്. ബിരിയാണി അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത് റൈസ്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈസ്റ്റർ സ്പെഷ്യൽ വ്ളോഗായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ബീഫ് ഉരുളിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉരുളി മുകളിൽ വെച്ചേക്കായിരുന്നു ആവശ്യത്തിന് എടുക്കാൻ. അപ്പോൾ കഴുകി ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ ബീഫും വെക്കേണ്ടത്. ബിരിയാണി നമ്മൾ കുക്കറിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബിരിയാണി അരി വെള്ളത്തിൽ കുറച്ച് കുതിർത്തിടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ബീഫിൻ്റെ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ അരിയാം. അപ്പോൾ നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മണ്ണെണ്ണ വെച്ച് വിറകൊക്കെ ഉണ്ട് കേട്ടോ. താഴത്ത് വിറകും നാളികേരത്തിൻ്റെ ഇതൊക്കെ. ബീഫ് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ബിരിയാണിയാണ് ഉണ്ടാക്കണത്. ബീഫ് ഒരുവിധം നമ്മൾ ചാറായിട്ടാണ് ചെയ്യുന്നത്. കാരണം ബിരിയാണിയിൽ അധികം ഡ്രൈ ആയിട്ട് ചെയ്താൽ അധികം കറി ഉണ്ടാവില്ല, പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ബിരിയാണി അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ചാറാകുമ്പോൾ അത്യാവശ്യം നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ ബീഫ് ചാറായിട്ടാണ് റെഡി ചെയ്തത്. അപ്പോൾ ഒരു ദിവസം മറ്റി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ബീഫ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കേണ്ടത് ഒരുവിധം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അധികം എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഒക്കെ ടെക്സ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടത് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത ബിരിയാണിയുടെ പണി നോക്കാം. അപ്പം നമ്മുടെ ബീഫ് ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര കുറുക്കിയാൽ മതി നമുക്ക്. കാരണം നമുക്ക് ഇത്ര ചാറ് നമുക്ക് വേണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തീരെ ഡ്രൈ ആയി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്ര മതി. നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ബിരിയാണിയുടെ പണി നോക്കാം. Ba ba da ba ba ba.
അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ ചെറുതാക്കി ഇട്ടോട്ടെ. നല്ല ബിരിയാണിക്ക് കുറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മുന്തിരി അത് പൊട്ടിക്കാൻ ആവശ്യമില്ല. മുന്തിരി 2 പാക്കറ്റ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഒപ്പം ചേർക്കാം. 2 ഭാഗമായിട്ട് വെച്ചിട്ട് ഇടാനായിട്ടോ ബിരിയാണി റെഡി ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ നിന്ന് തിളക്കിയിട്ടുണ്ട്. ബിരിയാണി തിളക്കിയിട്ടുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ബീഫ് ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പിന്നെ ലാസ്റ്റ് ബിരിയാണിയിൽ കളർ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. മഞ്ഞപ്പാലിൽ ഒരു കുറച്ച് ഒന്നുള്ളൂ മഞ്ഞപ്പൊടി കൂടുതലിടാൻ പാടില്ല. കൂടുതലിട്ടാൽ മഞ്ഞപ്പൊടി ചോയടിക്കും. അപ്പോൾ അത് ഇട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ചുകൂടി കളറാവും. ഞങ്ങൾക്ക് കളറായി, പക്ഷെ അധികം ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓളമർത്താൻ എന്നാൽ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ.